നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഭാഷാനേഷത ചമ്പു എന്ന് പറയുന്ന കവിതയിലെ ഒരു പ്രത്യേകതയെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു തരം പ്രത്യേകതരം പ്രണയ ഭാവത്തെ പറ്റിയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണയായി ആളുകൾ കാണുന്നു, അവർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയിക്കുന്നു. അങ്ങനെ കാഴ്ച പ്രണയത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് തന്നെ നമ്മൾ കണ്ടുവരുന്നതാണ്. രതിരഹസ്യ പ്രമാണങ്ങളിൽ പറയുന്നത് കാഴ്ച ഒരു പ്രധാന ഘടകമാണ് എന്നാണ്. അപ്പോൾ ഈ കാഴ്ച കൂടാതെ പ്രണയത്തിലേക്ക് എത്തിയ രണ്ടുപേരുണ്ട്. പരസ്പരം കാണാതെ മനസ്സിൽ പ്രണയിച്ച രണ്ടുപേർ. അവരായിരുന്നു നളനും ദമയന്തിയും. അവർ കണ്ടിട്ടില്ല, അവർ പരസ്പരം കണ്ടിട്ടില്ല, കാണാതെയാണ് അവർ പ്രണയിക്കുന്നത്. എങ്ങനെയാണ് കാണാതെ തന്നെ അവരുടെ മനസ്സിൽ പ്രണയം ഉണ്ടായത് എന്ന് നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. നളൻ്റെയും ദമയന്തിയുടെയും ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ളതായതുകൊണ്ട് തന്നെ അവരുടെ ഗുണങ്ങൾ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടനെ പറ്റിയുള്ള ഗുണങ്ങൾ, നടനെ പറ്റിയുള്ള വിശേഷങ്ങൾ, നടൻ്റെ നല്ല നല്ല പ്രവൃത്തികൾ, നല്ല നല്ല കാര്യങ്ങൾ, രാജാവായിട്ടുള്ള നടൻ്റെ ഒരുപാട് കീർത്തികൾ എല്ലാവരും പറഞ്ഞ് നടക്കുമ്പോൾ അത് കേട്ടിട്ടാണ് ദമയന്തിക്ക് നടൻ്റെ ഗുണങ്ങളിൽ ഒരു ഇഷ്ടം തോന്നി നടനോട് പ്രണയമുള്ളവളായിട്ട് ദമയന്തി തീരുന്നത്. അതേപോലെ ദമയന്തിയുടെ ഗുണങ്ങളെപ്പറ്റി കേട്ട് ദമയന്തി വളരെ നല്ല സ്ത്രീയാണ് എന്നുള്ള ഗുണങ്ങൾ, ദമയന്തിയുടെ സൗന്ദര്യം, ദമയന്തിയുടെ സ്വഭാവ മഹിമ, അങ്ങനെ ദമയന്തിയെ പറ്റിയുള്ള ഗുണങ്ങൾ കേട്ട് നളനും ഒരു പ്രണയം മനസ്സിൽ മുട്ടെടുത്തു. അങ്ങനെ ഇവർ രണ്ടുപേരും മനസ്സിലൂടെ പ്രണയിക്കുന്ന, പരസ്പരം കാണാതെ തന്നെ മനസ്സിലവർ ഒന്നാവുന്ന രീതിയിലുള്ള ഒരു അതുല്യ സുന്ദര ചിത്രം നമുക്കിതിലൂടെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരൂ.